Hello friends, welcome to Dhruvdev World Malayalam Recipes. എൻ്റെ പേര് ആശ വിനീത്. ഇന്ന് ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് sadyasambar എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്, ഒപ്പം തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇത് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ഇതുപോലെ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കണം കേട്ടോ. സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സവാള കഷ്ണങ്ങളാക്കിയത്, 2 വഴുതനങ്ങ, ചെറിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്, വെണ്ടയ്ക്ക് 5 എണ്ണം ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കിയത്, ഒരു ക്യാരറ്റ് അരിഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത്, മുരിങ്ങക്കായ നീളത്തിൽ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്, 2 ചെറിയ തക്കാളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യാനുസരണം ഉപ്പ്. കഷ്ണങ്ങൾ നിറഞ്ഞു നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഈ കറിക്കല്ല, ഏത് കറിക്കായാലും നമുക്ക് വെള്ളം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിക്കണം. കറികളൊക്കെ തിളച്ച ശേഷം പച്ചവെള്ളം ഒരിക്കലും അതിലോട്ട് ഒഴിക്കരുത്. അതായത് നമ്മൾ ചൂടായ കറികളിലോട്ട് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. അതിൻ്റെ ടേസ്റ്റ് അത് കുറയ്ക്കുക ചെയ്യുക. സദ്യക്കൊക്കെ ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ച ആ വെജിറ്റബിളിൻ്റെയും ആ പൊടികളുടെയൊക്കെ മണം വരുമ്പോഴാണ് ആ സദ്യയുടെ സാമ്പാറിൻ്റെ മണം വരുന്നത്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു പുളി എടുക്കുക. എന്നിട്ട് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ആ പുളിവെള്ളം ഇതിലോട്ട് ഞാൻ ചേർത്തിരിക്കുകയാണ്. ഈ പുളിവെള്ളത്തിൻ്റെ പച്ചച്ചോവയൊക്കെ മാറണം. അതുപോലെ തന്നെ ഈ പച്ചക്കറികൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് വരണം. നമുക്കിത് അടച്ചു വെച്ച് പിന്നെയും വേവിക്കാം. ഇപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ചതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ. ഇനി ഒരു 1/4 കപ്പ് പരിപ്പ്, തുവരപ്പരിപ്പ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചതാണിത്. അത് ഇതിലോട്ട് ചേർക്കാം. നന്നായി ഇളക്കി ഇതുപോലെ യോജിപ്പിക്കണം. ഈ പരിപ്പും ഈ പച്ചക്കറികളും എല്ലാമായിട്ട് നന്നായിട്ട് യോജിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം കൂടി ഏകദേശം 4 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം തീ തന്നെ വേവിക്കാം. ഇവിടെ എല്ലാം നന്നായിട്ട് യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ചിലവർക്ക് ഈ തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ അതിൻ്റെ നിറം അതുപോലെ തന്നെ കിടക്കണം, അതുപോലെ തന്നെ വെന്ത് കുഴയാനൊന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഈ തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്താൽ മതി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട്, ഇത് നമ്മൾ വേറെ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ ലോ ഫ്ലെയിമിലിട്ട് ഇത് വറ്റിക്കുന്തോറും ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടും. ഞാൻ താളിച്ച ശേഷവും കുറച്ച് നേരം ഇങ്ങനെ വറ്റിക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് താളിക്കുക. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഉലുവയില്ലാത്തവർ ഉലുവപ്പൊടി ചേർത്താൽ മതി. ഇതിലോട്ടൊരു 3 ചുവന്ന മുളക് ചേർക്കുക. ഇപ്പോൾ കടുക് പൊട്ടിയ അത്രയും ചൂടായിട്ടുണ്ട് അതിൽ. അപ്പോൾ ആ പാൻ നമുക്ക് ആ ചൂടോടുകൂടി ഓഫാക്കാം. ഓഫാക്കിയ ശേഷം മാത്രം പൊടികൾ വേഗം ചേർക്കണം. ഈ ചൂടുള്ള പാനിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. കാശ്മീരി ചില്ലിപ്പൊടി ഇല്ലാത്തവർ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ കായംപൊടി ചേർക്കണം. ഈ ചൂടോടുകൂടി തന്നെ ഇനി ഇത് എല്ലാം കൂടി ഇളക്കി ഇതിൽ യോജിപ്പിക്കണം. കറിവേപ്പില ചേർക്കണം എന്നുള്ളവർക്ക് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. പക്ഷേ ഞാൻ വേറെ രീതിയിലാണ് ഇവിടെ കറിവേപ്പില ചേർക്കുന്നത്. അവസാനമാണ് ഞാൻ കറിവേപ്പില മാത്രം വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് ചേർക്കുന്നത്.
ഇതുപോലെ 1 മിനിറ്റ് നന്നായിട്ട് ആ ചൂടിൽ തന്നെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിത് ഈ സാമ്പാറിൻ്റെ ഈ കൂട്ടിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് ഇതിലോട്ട്. കണ്ടില്ലേ, സാമ്പാറിൻ്റെ ആ ഒരു അധികം കട്ടിയല്ല എങ്കിലോട്ട് അത്യാവശ്യം കട്ടിയുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് സാമ്പാറിന് ശരിക്കും വേണ്ടത്. ഇനി ഞാൻ എൻ്റെ പ്രഷർ കുക്കർ സാമ്പാറിൽ ഇത് ഇങ്ങനത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് അമർത്തി അതിലോട്ട് മാഷ് ചെയ്തൊന്ന് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഞാൻ വഴറ്റിയത് ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഈ സാമ്പാർ എടുത്തിട്ട് ഉപയോഗിക്കാം. ഇത് വളരെ ഈസിയാണ്. കാണുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നു തോന്നുമെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് അത്രയും നല്ലൊരു സാമ്പാർ, ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഷ്ണങ്ങളൊക്കെ വേവണ ഒരു സമയമേ ഉള്ളൂ ഇതിനും. നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ പ്രഷർ കുക്കർ സാമ്പാർ എന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. താങ്ക്